നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് എങ്ങനെ മാനേജ് ചെയ്യാം, എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്, മാർക്കറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യൂ അറിയാനായിട്ട് ഒന്ന് രണ്ട് ദിവസം മുൻപ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ ശ്രദ്ധിക്കുക. കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ വീഡിയോസ് ഒക്കെ. മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് ടൈം എടുത്ത് അനാലിസിസ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസും, ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഉള്ളെങ്കിലും ഓരോ വീഡിയോസും മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ലെവലുകളും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടൊരു വാല്യൂ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അതിലും എപ്പോഴെങ്കിലും ഒക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റികളൊക്കെ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓരോ വീഡിയോസും ഓരോ മിനിറ്റുകളും പറയുന്ന ഒരു സെക്ഷനുകളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചെറിയൊരു കണ്ടന്റ് മിസ്സായാൽ പോലും നിങ്ങൾക്ക് മേജർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റുകളൊക്കെ മാർക്കറ്റിൽ നിന്ന് മിസ്സാകാനും സാധ്യതയുണ്ട്. നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസത്തിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തിൽ നിഫ്റ്റി സംഭവിച്ചിരിക്കുന്നത്, നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. ഇപ്പോൾ എപ്പോഴും ഈ ഒരു ലെവൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സപ്പോർട്ടോ റെസിസ്റ്റൻസോ എന്നുള്ളതാണ്. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഏതാണെന്ന് ശ്രദ്ധിക്കുക. 22,200. അപ്പോൾ 22,200 നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ അതിനുശേഷം നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത് 22,075. ഓരോ ദിവസത്തെ ഒരു മൊമെന്റത്തിലും കഴിഞ്ഞ ദിവസത്തെ ഒരു മൂവ്മെന്റിലും ഒക്കെ ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസുകളൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാം. ചെറിയൊരു ടൈം ഫ്രെയിമിൽ ഒരു ബൈഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് റെസിസ്റ്റൻസ് ഉപയോഗിക്കേണ്ടത്. 22,260 ഇതാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നാണ് നിഫ്റ്റി, റെസിസ്റ്റൻസ് വരെയാണ് നിഫ്റ്റി അത് മൂവ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെവല് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 22,200 സസ്റ്റെയിൻ ചെയ്യുക. 200 താഴത്തേക്ക് ജസ്റ്റ് അത് വന്നെങ്കിലും മുകളിലേക്ക് ഹൈലി ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആയിരുന്നു. ഇന്നലത്തെ ഒരു എക്സ്പയറി ഹൈ വോളറ്റൈൽ മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ എത്ര ഒരു വോളറ്റാലിറ്റി ഉണ്ടായാലും നമ്മളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ്, ഏതൊരു ന്യൂസ് മാർക്കറ്റിൽ വന്നാലും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ വർക്കിംഗ് നോക്കുക. അടുത്ത റെസിസ്റ്റൻസ് നമ്മൾ പറഞ്ഞിരുന്നത് 330. അപ്പൊ നിഫ്റ്റി ഇന്നലെ വന്നിരിക്കുന്ന ഒരു ഹൈ ശ്രദ്ധിക്കുക. ഹൈ 326. റെസിസ്റ്റൻസിന്റെ താഴെ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അത് ഷോർട്ട് സെല്ലിനാണ് സാധ്യത. എപ്പോഴും നമ്മളത് പറയാറുണ്ട്. റെസിസ്റ്റൻസിന്റെ താഴെ ഒരു ഓപ്പൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്യുന്നത്, അതൊക്കെ ഒരു പോസിറ്റീവ് ആണ്. പക്ഷെ റെസിസ്റ്റൻസിന്റെ ഒരു താഴെ നെഗറ്റീവ് ആണ്. അപ്പൊ അതിനുശേഷം അതിൽ 22,260 ഒരു സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്ത് അത് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാളായിരുന്നു. സിംഗിൾ ക്യാൻഡിൽമ തന്നെ വലിയൊരു മൊമെന്റ് ആണ് സിംഗിൾ ക്യാൻഡിൽമ തന്നെ. അതായത് ജസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽമ തന്നെ ഒരു 200 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് ആണ് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽമ വന്നത്. അപ്പൊ അതിനുശേഷം 22,075 എത്തിയപ്പോൾ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് അവിടെ നിലനിൽക്കാനായിട്ട് ശ്രമിച്ചു, ഒന്നൊരു ബൗൺസിന് ശ്രമിച്ചു. അപ്പോൾ സപ്പോർട്ട് വർക്കിംഗ് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ അതിനുശേഷം ആയാലും ഇതും ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഫാളായിരുന്നു ലാസ്റ്റ് മിനിറ്റുകളിൽ ആ ഒരു ഫാള് വന്നിരുന്നത്. അപ്പൊ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഒക്കെ എക്സാക്ട് ആയിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൈറ്റ് രീതിയിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാനും റൈറ്റ് രീതിയിലേക്ക് മൂവ് ചെയ്യാനും സാധിക്കും. 47,710 റെസിസ്റ്റൻസ്, 47,400 സപ്പോർട്ട്. 400 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് രാവിലത്തെ ഒരു സെക്ഷൻ നിന്നിരുന്നത്. പക്ഷെ തൊട്ടടുത്ത് സപ്പോർട്ട് നൽകിയിരുന്നു 320 സപ്പോർട്ട്, 47,150 സപ്പോർട്ട്. ഇവിടുന്നൊക്കെ ആ ഒരു ബൗൺസ് മാർക്കറ്റിൽ കിട്ടിയിരുന്നു. മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു എപ്പോഴും ലോങ് ടൈം വ്യൂവും എപ്പോഴും ശ്രദ്ധിക്കുക. മാർക്കറ്റിനെ കുറിച്ച് ലോങ് ടൈം വ്യൂ പറഞ്ഞത് മാർക്കറ്റ് ഒരു നെഗറ്റീവ് ആണ്. മാർക്കറ്റിന് ഇനി അടുത്തൊരു സപ്പോർട്ടിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തൊരു സപ്പോർട്ട് 21,800 അടുത്താണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ അത് വരച്ച് കാണിച്ചു തന്നു. 21,800 അടുത്താണ് ഇനി സപ്പോർട്ട് ഉള്ളത്. 22,200 മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിന്റെ താഴെ ക്ലോസ് ചെയ്ത് ഡെയിലി ടൈം ഫ്രെയിമിൽ മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് 22,200 താഴെ ക്ലോസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി 21,800 അടുത്താണ് സപ്പോർട്ട്. 800 വിട്ടാൽ 21,500 അടുത്താണ് സപ്പോർട്ട്. ഇത് മേജർ ആയിട്ടുള്ള സപ്പോർട്ടുകൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഇനി 21,800 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആണ്. ഇനിയും വലിയൊരു ഫാള് മാർക്കറ്റിൽ അത് കണ്ടുവരും. ജസ്റ്റ് ഒരു 200 പോയിന്റ് താഴെ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. അതായത് 21,800
റേഞ്ചിന്റെ അടുത്ത് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുമോ എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കണം ഇനി അടുത്തൊരു മൂവ്മെന്റ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഒരു ചെറിയൊരു ബൗൺസിനൊക്കെ സാധ്യമായിട്ടുള്ള ലെവലാണ് 21,800. പക്ഷെ അതിന് താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് കൂടുതൽ വീക്ക്നെസ് ആണ്. നമുക്ക് റൈറ്റ് സപ്പോർട്ട് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയിലും ലോവർ ലെവൽ സപ്പോർട്ടുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഹയർ ലെവല്, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നൽകിയിരിക്കുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ബൈ എടുക്കണമെങ്കിൽ 21.75 റെസിസ്റ്റൻസ് ആണ്. 75 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ചെറിയ ടൈമിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ 22,100 മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താലാണ് ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് സ്ട്രെങ്ത് ഉണ്ടാവുക. 22,100 മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 22,075 സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതാണ് സ്റ്റോപ്പ് ലോസ് 22,075. 22,075 താഴെ ഷോർട്ട്സിന് തന്നെയാണ് സാധ്യത. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. അടുത്തൊരു സപ്പോർട്ട് കാണുന്നത് 21,995 സപ്പോർട്ടാണ്. ക്ലോസിങ് ഈ ഒരു റേഞ്ചിലാണ്. ക്ലോസിങ്ങിന്റെ അടുത്ത് സപ്പോർട്ട് വർക്ക് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ ലോവർ ലെവൽ അടുത്തൊരു സപ്പോർട്ട് 21,950. തൊട്ടടുത്ത സപ്പോർട്ട് കാണുന്നുണ്ട്. തൊട്ടടുത്ത് സപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക മാർക്കറ്റിന്റെ ഒരു മൊമെന്റം അങ്ങനെയാകാനാണ് സാധ്യത. ഇന്നലത്തെ പോലത്തെ ഒരു മൊമെന്റം കിട്ടുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചാൻസ് കുറവാണ്. ഈ ഒരു ലെവല് 21,800 അടുത്ത് മാർക്കറ്റ് ഇതേപോലെ ആയിരിക്കില്ല സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സപ്പോർട്ടൊക്കെ വർക്ക് ചെയ്യേണ്ടത് ഇൻ കേസ് 895 താഴത്തേക്ക് പോയാലും 895 മുകളിലേക്ക് ബൈ. ഈ ഒരു സപ്പോർട്ട് മുതൽ തിരിച്ച് ബൗൺസ് ചെയ്താൽ ഷോർട്ട് കവറിങ്ങിന് സാധ്യതയുണ്ട്. ഷോർട്ട് കവറിങ് എന്ന് പറയുന്നത് വലിയ ജസ്റ്റ് ഒരു ഇൻട്രാഡ ഒരു ബൗൺസ് മാത്രമായിരിക്കും വരുന്നത്. ബൈ എടുത്ത് ഹോൾഡ് ചെയ്ത് മാർക്കറ്റ് ഒരു വീക്ക്നെസ് ആണ്. മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് സ്ട്രോങ് വീക്ക്നെസ് ആണ്. പക്ഷെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലാണ്. ഇൻട്രാഡയിൽ ആ ഒരു ബൗൺസ് കിട്ടും. അപ്പൊ 830, 850 അടുത്തൊക്കെ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് എനിക്ക് ഈ ലെവലൊക്കെ മാനേജ് ചെയ്യേണ്ടത് 830 താഴത്തേക്ക് പോയാലും 830, 850 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈയുടെ രീതിയിലാണ്. ബൈ എന്ന് പറയുന്ന രീതിയിലാണ്. അത് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് 760 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിന്റെ അടുത്ത് താഴെയാണെങ്കിൽ ചെറിയ ടൈമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു സപ്പോർട്ട് ക്വിക്കായിട്ട് കാണാം. 830 താഴെ ഓപ്പൺ ചെയ്താലും ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ പിന്നെ വലിയ രീതിയിലുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. നിഫ്റ്റിയിലായാലും ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്താൽ എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. വരും ദിവസങ്ങളായാലും നിഫ്റ്റി ഈ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വരും ദിവസത്തെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വരും ദിവസം അപ്ഡേറ്റുകൾ മറക്കാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ലോവർ ലെവലായാലും അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ഇട്ടിട്ട് കഴിഞ്ഞ ദിവസത്തിൽ അത് കാണിച്ചതെന്നാണ്. ബാങ്ക് നിഫ്റ്റി ഇനി എത്താൻ പോകുന്ന ഒരു ലെവല് ഈ ഒരു ലെവലിലാണ് സപ്പോർട്ട് വരുന്നത്. ഈ ലെവലാണ് അടുത്തൊരു സപ്പോർട്ട് നിലനിൽക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ എത്തുമ്പോൾ മാർക്കറ്റിനെ മാനേജ് ചെയ്യുന്ന രീതി വളരെയധികം ശ്രദ്ധിക്കണം. സപ്പോർട്ട് ലെവലാണ്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവൽ റെസിസ്റ്റൻസ് 47,150. ഇന്നത്തെ ക്ലോസിങ്ങിന്റെ അടുത്ത് തന്നെയാണ് 180 റെസിസ്റ്റൻസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. 150 മുകളിൽ ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 150 താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 150 മുകളിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അടുത്ത റെസിസ്റ്റൻസ് 47,500 ആണ് കാണുന്നത്. 47,500. 46,950 താഴെ വീക്ക്നെസ് ആണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലൊക്കെ ശ്രദ്ധിക്കുക. 46,700 താഴത്തേക്ക് വന്നാലും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈയിലാണ്. ഷോർട്ട്സിന്റെ പൊസിഷൻ അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു ലെവലിൽ വെയിറ്റ് ചെയ്യുക. 46,660, അതേപോലെ തന്നെ 560. ഈ ഒരു ലെവലൊക്കെ ഞാൻ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. വരും ദിവസം നല്ല മാർക്കറ്റ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ലെവൽ എന്തൊക്കെയാണ്? ഫിൻ നിഫ്റ്റിയിൽ നമ്മളൊരു ഇമ്പോർട്ടന്റ് ലെവൽ പറഞ്ഞത് 700, 850 ആണ്.
800-850 ലെവലിലേക്ക് എത്തിയിട്ടാണ് ഫിൻ നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ ഫിൻ നിഫ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിലായാലും 20,930 റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ 21,050 റെസിസ്റ്റൻസ്. ഹയർ ലെവൽ വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകുന്നില്ല. 21,750 സപ്പോർട്ടാണ്, 760 സപ്പോർട്ട്. ഈ സപ്പോർട്ട് വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 20,650 സപ്പോർട്ട് വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. 540 സപ്പോർട്ട് വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ അടുത്ത് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവല് ഹോൾഡിംഗ് ലെവല് നിലനിൽക്കുന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മാർക്കറ്റിന്റെ അടുത്തൊരു സാധ്യതകൾ മാർക്കറ്റിൽ വരുന്നത്. പക്ഷേ ഈ സപ്പോർട്ട് അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത റൈറ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ പറ്റും. മാർക്കറ്റ് വലിയ ദിവസമായിട്ട് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.